ഒരു എപ്പിസോഡ് പോലും 8 സ്റ്റാറിൻ്റെ ഔട്ട് ഓഫ് 10 8 സ്റ്റാറിൻ്റെ താഴെ വന്നിട്ടില്ല. നിങ്ങൾ എത്ര ഒരു ആനിമെ കാണുന്നത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആനിമെ അത്യാവശ്യം കാണുന്ന ഒരാളാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആനിമയാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ AOT. ഞാനിന്ന് പറയാൻ പോകുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റനെ പറ്റിയാണ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്തുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയി എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്ട്രോങ് സ്റ്റോറി കൊണ്ടാണ്. അത്രയും സ്ട്രോങ് സ്റ്റോറിയാണ്. എന്താണെന്ന് വെച്ചാൽ IMDb റേറ്റിംഗിൽ പോലും ഒരു എപ്പിസോഡ് പോലും 8 സ്റ്റാറിൻ്റെ ഔട്ട് ഓഫ് 10 8 സ്റ്റാറിൻ്റെ താഴെ വന്നിട്ടില്ല. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ജസ്റ്റ് ഒരു 20 മിനിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 20ാമത്തെ മിനിറ്റ് ശേഷം പിന്നെ നമ്മൾ കണ്ടുപോകും. അത്ര എൻഗേജിങ്ങുമാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറിയാണത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്രീഡം, പെയിൻ, ലവ്, സാക്രിഫൈസ്, ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മെയിനായിട്ട് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. ആ എറൻ യേഗർ എന്നുള്ള മെയിൻ ക്യാരക്ടർ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിഡിലൻ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. ഇതിലുള്ള ഒരു മെയിൻ ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ട്, ലീവായി അക്കർമാൻ. ഓറ, അയാൾ ചുമ്മാ വന്ന് നിന്നാൽ മതി, ആ ലെവൽ ഓഫ് ഓറ. പിന്നെ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിഡിലൻ ഫീമെയിൽ ക്യാരക്ടർ മിക്കാസ അക്കർമാൻ. മാൻ, എങ്ങനെയാ പറയാത്, അവളൊരു ലേഡി എന്നല്ല പറയണ്ടേ, ഒരു ലിവിങ് ആർമി എന്ന് വേണം പറയും. ആ ലെവൽ ഐറ്റാണ് മിക്കാസ അക്കർമാൻ. പിന്നെ ഇതിൽ ഭയങ്കര എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് എർവിൻ സ്മിത്ത്. മോൻ, ഒരു ലീഡർഷിപ്പ്. ആലോചിക്കണേ, ഒരു കൂട്ടം ആൾക്കാരെ മരണത്തിലേക്ക് നേരെ പോയി കഴിഞ്ഞാൽ ചാകും ഉറപ്പാണ്. പക്ഷേ അയാളുടെ സ്പീച്ച് കൊണ്ട് അത്രയും പേര് ഓക്കെ ചാകാൻ നമ്മൾ റെഡിയാണ്, ആ രീതിക്ക് സംസാരിച്ച് ആ മരണത്തിന് നേരെ ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേകം നമ്മൾ പറയേണ്ട കാര്യമാണ്. അപ്പോൾ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് ഡു വാച്ച്. ആ ലെവൽ ഒരു സാധനമാണ്.